മഴ തോരും മുമ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് വീടിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തോട്ട് പ്രവേശിച്ച സമയത്ത് വീടിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു. അങ്ങനെ കോളിംഗ് ബെൽ അടിച്ചു. നിർത്താതെ വാതിൽ തുറക്കുന്നത് കാണുന്നപ്പോൾ നിർത്താതെ കോളിംഗ് ബെൽ അടിച്ച സമയത്ത് ഒരു സ്ത്രീ ആയിരുന്നു വാതിൽ വന്ന് തുറന്നിരുന്നത്. അങ്ങനെ നിങ്ങൾ ആരാ ഇങ്ങനെ കിടന്ന് കോളിംഗ് ബെൽ അടിക്കുന്നതിനാ? ഇത് വരാനുള്ള ടൈമൊന്നും ഇല്ലേ? ഇങ്ങനെ കിടന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണോ? ഇവിടുത്തെ അച്ചായന് അതൊന്നും ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ബാലചന്ദ്ര മേനോൻ ഇവിടെ സ്റ്റാൻലിയെ കാണാൻ വന്നതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോടുകൂടി സ്റ്റാൻലി ഒന്നും ഇവിടുത്തെ അച്ചായനെ ആരും ഇതുവരെ പേരെടുത്ത് വിളിച്ചിട്ടില്ല. എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ നേരിട്ട് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അച്ചായനെ ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ അകത്തോട്ട് പോവുകയാണ്. അങ്ങനെ പിന്നീട് കയറിയിരിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ബാലചന്ദ്ര മേനോൻ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പതുക്കെ സ്റ്റാൻലി അങ്ങോട്ട് ബാലചന്ദ്ര മേനോൻ്റെ അടുത്തോട്ട് വരികയാണ്. ആ ഒരു വരവും അയാളുടെ ഹൈറ്റും ആ ഒരു ശരീരഭാവവും കണ്ടിട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ബാലചന്ദ്രൻ. ഇയാളാണോ സ്റ്റാൻലി? കണ്ടിട്ട് തന്നെ ഒരു പേടിയാവുന്ന രൂപമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ആരാ, എന്തിനാ എന്നെ അന്വേഷിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണാനാണ് വന്നത്, സ്റ്റാൻലി അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതെ സ്റ്റാൻലി തന്നെയാണ്, കയറിയിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രനെ അകത്തോട്ട് ക്ഷണിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രനോട് നിങ്ങൾ ആരാ, എനിക്ക് നിങ്ങളെ ഇതുവരെ പരിചയമില്ലല്ലോ, ഞാൻ മുന്നേ ഇതുവരെ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ല, പക്ഷെ ചില ആളുകളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരെ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എന്നെ എങ്ങനെ നിങ്ങൾക്കറിയാവുന്നത്, അത് പറയൂ എന്നൊക്കെ സ്റ്റാൻലി ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആഗ്രയിൽ ജോലി ചെയ്തിരുന്നില്ലേ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഗംഗാധര മേനോൻ പറയുന്ന ഒരാളെ പരിചയം ഉണ്ടോ എന്നൊക്കെ സ്റ്റാൻലിയോട് ചോദിക്കുമ്പോൾ സ്റ്റാൻലി ഒന്ന് പുരികം ചുളിച്ച് ബാലചന്ദ്ര മേനോനെ നോക്കുകയാണ്. ആ സമയത്ത് അതെ എനിക്കറിയാമായിരുന്നു, നിങ്ങൾ ആരാണെന്ന് പറയൂ എന്നൊക്കെ പറയുന്ന സമയത്ത് പറയാം, അത് പറയാനാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. ആ ഗംഗാധര മേനോൻക്ക് ഒരു പെങ്ങളുണ്ടായിരുന്നു വൈജയന്തി, അവരെ നിങ്ങൾക്കറിയുമോ? നിങ്ങൾക്കറിയാതിരിക്കില്ല, കാരണം നിങ്ങൾ അവിടെ ആഗ്രയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവളുമായിട്ട് അടുപ്പമുണ്ടായിരുന്നല്ലോ, നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നല്ലോ. പിന്നീട് രജിസ്റ്റർ മാരേജ് ചെയ്യുകയും അവളുമായിട്ട് നിങ്ങൾ കൂടുതൽ അടുക്കുകയും ഒക്കെ ചെയ്യുകയും പിന്നീട് പെട്ടെന്നൊരു ദിവസം നിങ്ങളെ കാണാതാവുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് കാണാതായതല്ല, അവളെയാണ് കാണാതായത്. എന്നെ അവൾക്ക് അന്വേഷിച്ച് വരാമായിരുന്നു. വൈജയന്തിയുമായിട്ട് ഞാൻ സ്നേഹത്തിലായിരുന്നു, അടുപ്പത്തിലായിരുന്നു. അവൾ എന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല. ഞാൻ ആക്സിഡൻറ്റും ഒക്കെ ആയിട്ട് കുറേ കാലം ഹോസ്പിറ്റലിലും അത് കഴിഞ്ഞ് വീണ്ടും ആഗ്രയിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ അവളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അവരുടെ ആങ്ങളമാരുടെ അടുത്ത് പോയിട്ടും അവൾ എവിടെയാണെന്നുള്ളത് അവർ പറഞ്ഞതുമില്ല. അവളെ മാറ്റി താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എന്നെ കണ്ടുപിടിക്കാൻ അവൾക്ക് എളുപ്പമായിരുന്നു. പക്ഷെ അതിന് പോലും അവൾ തയ്യാറായിട്ടില്ല. എന്താ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാവുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അതൊക്കെ ഞാൻ അറിഞ്ഞത് ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ ചതിക്കുകയായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വിവാഹം ചെയ്ത് അങ്ങനെ അങ്ങ് ജീവിച്ചാൽ പോരായിരുന്നോ? എന്നെ എന്തിനാ അതിലേക്ക് വലിച്ചഴച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ ജീവിക്കാനായിരുന്നല്ലോ തീരുമാനം. അതിനെക്കൊണ്ട് തന്നെയാണല്ലോ രജിസ്റ്റർ മാരേജ് ചെയ്തത്. പക്ഷേ അവൾ എന്നെ വിട്ടു പോവുകയാണല്ലോ ചെയ്തത്. അവളെ ഞാൻ പിന്നീട് കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ മേനോൻ പറയുന്നുണ്ട്, അവളെ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ അന്ന് കൂടെ കഴിഞ്ഞപ്പോൾ അവളിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു, ഒരു പെൺകുഞ്ഞ്, അതിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ പറയുകയാണ്. ഈ വാർത്ത കേട്ട് ആകെ സ്റ്റാൻലി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്ത് കുഞ്ഞോ? എനിക്ക് വൈജയന്തിൽ കുഞ്ഞ് ജനിച്ചെന്നോ? ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. നിങ്ങൾ വെറുതെ പറയുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ശരി, ഞാനിപ്പോൾ വെറുതെ പറയുന്നത്, എല്ലാ രീതിയിലും അടുത്തതല്ലേ, അപ്പോൾ അവൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. നിങ്ങൾ അവളെ വിട്ടു പോകുന്ന സമയത്ത് ആ ഒരു സമയത്ത് അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഈ വാർത്ത കേട്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് സ്റ്റാൻലി. ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല, അവളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കൊരറിവും കിട്ടിയിരുന്നില്ല എന്നൊക്കെ നമ്മുടെ സ്റ്റാൻലി തുറന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ആ പെൺകുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അത് എൻ്റെ പക്കലുണ്ട്, അവളെ നിങ്ങൾ സ്വീകരിച്ചു
സ്വീകരിച്ചേ പറ്റുകയുള്ളൂ. അത് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി ഞാൻ വൈജയന്തിയുടെ ഭർത്താവാണ്. ഇനി ഈ ഒരു വിവരം അറിഞ്ഞ ശേഷം എനിക്ക് അവളെ അംഗീകരിക്കാനോ ഭാര്യയായിട്ട് കാണാനോ ഒന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് അവളുടെ കാര്യത്തിലും ഇനി നിങ്ങൾ ഇടപെട്ടേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, ഒരിക്കലും എനിക്ക് പറ്റത്തില്ല. ഞാനിപ്പോൾ ഒരു കുടുംബവുമായൊക്കെ ജീവിക്കുകയാണ്. എൻ്റെ ജീവിതം ഇനി നിങ്ങൾ തകർക്കരുത് എന്നൊക്കെ പറയുമ്പോൾ, അത് ശരി, എൻ്റെ ജീവിതം നിങ്ങൾക്ക് തകർക്കാലേ. ഇത്രയും കാലം നിങ്ങൾ ഉപയോഗിച്ച ഒരു വേസ്റ്റിനെയാണ് ചുമന്നുകൊണ്ട് നടന്നത്. ഇനി എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിലെങ്കിലും നിങ്ങളൊരു തീരുമാനം പറഞ്ഞേ പറ്റുകയുള്ളൂ. അത് പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്നൊക്കെ വാശി പിടിച്ച് നിൽക്കുകയാണ് ബാലചന്ദ്രൻ.